ഒരു പുതിയ അടിയിനം ചെടിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് സംശയങ്ങൾ ചോദിച്ചു. ഇത്രയും ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് പ്ലാന്റ് വളർത്തിയെടുക്കുന്നത്, പിന്നെ വളർത്തുന്ന രീതിയെക്കുറിച്ച് ചോദിച്ചു, പിന്നെ വളങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പോട്ടി മിക്സ് അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു കുറേ പേര്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ചാൽ മാത്രം മതി. ആവശ്യത്തിന് വളം, വെള്ളം, പിന്നെ വെയിൽ, ഇത്രയും ചെയ്താൽ മതി. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. നമ്മൾ പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. തുടക്കത്തിൽ വളർത്താൻ പ്ലാനുള്ളവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൾട്ടി പെറ്റൽ പ്ലാന്റ്സുകളൊന്നും അധികം വാങ്ങി വെക്കരുത്. കാരണം അത് നമ്മൾ തുടക്കത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വേണം. ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന രീതി, അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ്, ഇവയൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തവർക്കാണെങ്കിൽ അത് മുട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അത് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മൾട്ടിപെറ്റൽ പ്ലാന്റ്സുകൾ വിരിഞ്ഞ് കിട്ടാൻ പാടാണ് പെട്ടെന്ന്. അത് കുറച്ച് നമ്മൾ നാളെ വളർത്തി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഐഡിയ മനസ്സിലാവുള്ളൂ. അപ്പോൾ തുടക്കത്തിലെ ഏറ്റവും നല്ലത് സിംഗിൾ പെറ്റൽ പ്ലാന്റുകളാണ്. സിംഗിൾ പെറ്റൽ പ്ലാന്റ്സിന് എനിക്ക് തോന്നുന്നത് മൾട്ടി പെറ്റൽ പ്ലാന്റ്സിനേക്കാൾ ഇച്ചിരി വില കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. കൂടിയ കളറുകൾക്കെല്ലാം ഇച്ചിരി വില കൂടുതലാണ്. അതൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ തുടക്കത്തിൽ കുറച്ച് മൾട്ടി പെറ്റൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഏകദേശം കുറേ വിത്തുകൾ മേടിക്കുക ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100 വിത്തൊക്കെയാണ് ആദ്യം മേടിച്ച് ബാക്കി നോക്കിയത്. എല്ലാം ഒന്നും അങ്ങനെ രക്ഷപ്പെട്ടില്ല. എന്നാലും ഏകദേശം ഒരു 10-60 തൈ ചെടികളൊക്കെ പിടിച്ച് കിട്ടി. അപ്പോൾ അത് പിന്നീട് നമ്മൾ കുറേ ചെടികളൊക്കെ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തു. 6 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ചെടികളുണ്ടാകുന്ന ചെടികൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ അതിൽ ബാക്കി കുറച്ച് ചെടികളൊക്കെ ഞാൻ അവിടെ നിർത്തി. കാരണം അത് അവിടെ നിന്ന് വളരട്ടെ എന്നൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നൊരു നമ്മൾ ചെടികൾ 6 മാസം കൊണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാത്തൊരു 2 കൊല്ലമൊക്കെ നിർത്തിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെടി നല്ലപോലെ വളരുകയും അതിൻ്റെ കോഡക്സൊക്കെ നല്ല വലിപ്പം വെച്ച് കിട്ടും. ഇതൊക്കെ ഒരു 2 വർഷമായ ചെടിയാണ്. പക്ഷേ 2 വർഷമായ ചെടിയുടെ പ്രത്യേകത ഉണ്ട്, കോഡക്സിൻ്റെ വലിപ്പം കൊണ്ട്. പക്ഷേ അത് നമുക്ക് നമ്മൾ 6 മാസം കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ചെടി അന്നേരം തന്നെ അവിടെ വെച്ച് അതിൻ്റെ വളർച്ച കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതുണ്ട്. ഇതിലെല്ലാ സംഭവം ഇട്ടിട്ടുണ്ട്. മിറ്റിൽ വരെയുണ്ട്. നമ്മൾ കല്ല് ഉണ്ട്, മണലുണ്ട്, പിന്നെ നമ്മൾ ചകിരിയുടെ ചിപ്സാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ ചാണകപ്പൊടി. ഒരു കാരണവശാലും മണ്ണ് ഇടാണ്ടിരിക്കുകയാണ് നല്ലത്. അതുപോലെ മണലാണെങ്കിലും നമ്മൾ ചരള ഇടാവുള്ളൂ. തീർത്തും പൊടിമണലൊന്നും ഇടരുത്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വാർന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ നല്ലതുപോലെ ചോട് നല്ലതുപോലെ നനയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം അടിയിൽ കൂടെ ചോർന്ന് പോകുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ അധികം മൊട്ടുകൾ ആയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കൽ കുറയ്ക്കുക. ഒത്തിരി ഒഴിക്കരുത്. ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ മുട്ടുകൾ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അധികം വെയിൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീവ്രമായിട്ടുള്ള വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഇതിനൊരു എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇലയ്ക്കൊക്കെ എന്തെങ്കിലും മൈറ്റ് അങ്ങനത്തെ ആക്രമണങ്ങളുണ്ടായാൽ, മൈറ്റ്സിൻ്റെ ആക്രമണം ഉണ്ടായാൽ പിന്നെ ഈ സാധനം വളരത്തില്ല. ചെടിയും വളരില്ല, പൂക്കളും ഉണ്ടാവില്ല, ചെടി പോകില്ല, പക്ഷെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് മേടിച്ചിട്ട് മാസത്തിലേക്ക് ഒരിക്കൽ സ്പ്രേ അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ചുവടുകളിൽ അധികമൊന്നും ചാണകമൊന്നും കലക്കി ഒഴിക്കാതിരിക്കുക. ചാണകമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകില്ല. കാരണം നമ്മളിടുന്ന പോട്ടി മിക്സ് പെട്ടെന്ന് തന്നെ അത് ടൈറ്റായി പോകും, കുറച്ച് പോകും. അപ്പോൾ പിന്നെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ വെള്ളം വാർന്നു പോയാലും പിന്നീട് നമ്മൾ മുറുകി പോകുമ്പോൾ വെള്ളം ഒഴിക്കും ചാൻസ് കുറവാണ് വളരെയധികം, പോട്ടി മിക്സ് ചാണകം ഒഴിച്ചാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഇപ്പം ചില ഇളക്കി കൊടുക്കും. അപ്പോൾ ഇളക്കുമ്പോൾ വേര് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നീട് ഇത് ഇൻഫെക്ഷൻ ആകും. അപ്പോൾ
അങ്ങനെയും ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓവറായിട്ട് മഴ പെയ്യുമ്പോൾ ചെടികൾ മഴ നനയ്ക്കാതിരിക്കുക, എടുത്തു വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, നമ്മൾ എല്ലാ ചെടിയുടെയും കളറുകൾ ഏകദേശം ഒരു 2 ചെടിയാക്കി വയ്ക്കുക. ഒരു ചെടിയുടെ കൂടെ തന്നെ ഒരു ചെടിയുടെ വെക്കുക. അപ്പോൾ ഒരു ചെടി നശിച്ചു പോയാലും നമുക്കൊരു ചെടി നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ നമുക്കത് പിന്നീടും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കളർ തന്നെ 2 ചെടിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലെങ്കിൽ പിന്നെ നശിച്ചു പോയാൽ പിന്നെ ആ ചെടി പോകും, പിന്നെ നമ്മൾ പുതിയ കളർ മേടിക്കേണ്ടി വരും. ഞാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലും മൾട്ടി പെറ്റൽ പ്ലാന്റ് വാങ്ങാതെ സിംഗിൾ പെറ്റൽ വളർത്തുക. അപ്പോൾ അതാണ് നമുക്ക് ഒത്തിരി പൂക്കളുണ്ടാവുകയും വിരിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. നല്ല മൾട്ടി പെറ്റൽ വിരിച്ചെടുക്കാൻ ചില പാടാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്ന ചെടിക്കാണ് നമുക്കൊരു വളർച്ച കൂടുതൽ. നമ്മൾ തന്നെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തെങ്കിൽ ചെടി പെട്ടെന്ന് വലുതായി കിട്ടും. നമ്മൾ മേടിക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഗ്രാഫ്റ്റ് ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അത് അവിടെ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ചെടിയുടെ ഒരു കരുത്ത് കുറയും. പിന്നെ അത് കയറി വരാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം ചെടികൾ നാടൻ വിത്ത് ശേഖരിച്ചിട്ട് ചെടിയാക്കി എടുക്കുക. അപ്പോൾ അതിൽ ഗ്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വലുതായി കിട്ടുന്നതാണ്. പിന്നെ എല്ലാ വർഷവും ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. റിപ്പോർട്ട് ചെയ്താലും ചെടിക്കൊരു വളർച്ച കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴും വർഷത്തിലൊന്നൊക്കെ പ്രൂൺ ചെയ്യാം. ചിലരൊക്കെ 2 പ്രൂൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തവണയൊക്കെ പ്രൂൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ നല്ല കരുത്തുള്ള ചെടികളെയാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇച്ചിരി ആരോഗ്യം കുറഞ്ഞ ചെടീനെയൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന പോലെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രയോജനം കിട്ടത്തില്ല. പിന്നെ കൂടുതലും രാസവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നശിച്ചൊന്നും പോകത്തില്ല ചെടി അങ്ങനെ. ഞാൻ കൂടുതലും രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സ്പ്രേ അടിച്ച് കൊടുക്കാറുമുണ്ട്, ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുമുണ്ട്. രണ്ടിലും നല്ലതുപോലെ റിസൾട്ടും ഉണ്ട്. ഒരു റിസൾട്ടൊന്നും കുറവായിട്ട് അങ്ങനെ കാണുന്നില്ല. തുടക്കക്കാരെപ്പോഴും ചെയ്യേണ്ടത് വിത്ത് മേടിക്കുക. നമ്മൾ കുറച്ച് ചെടി വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ 100 വിത്തിനൊക്കെ 350 രൂപയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളത് വിത്ത് പാകി മുളപ്പിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരീക്ഷിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളൊരു വാങ്ങുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇതല്ല. പിന്നെ വലിയ റൂട്ട് സ്റ്റോക്ക് വാങ്ങാൻ കിട്ടും. ഒരു 300-250 രൂപയൊക്കെ തോതിൽ. 500 രൂപ വരെയുള്ളതൊക്കെ ഉണ്ട്. വലിപ്പം അനുസരിച്ച് മാറ്റം വരും. കോഡക്സിൻ്റെ അങ്ങനെ ചെയ്താലും നല്ലതാണ്. അതിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ബ്രാഞ്ചുകളുണ്ടായിരിക്കും വലിയ കോഡക്സ് ഉള്ള ചെടിയിൽ. അപ്പോൾ നമുക്ക് ഒത്തിരി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യാം. ഒരു ചെടി തന്നെ പല കളർ ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചേർക്കാം. അങ്ങനത്തെ ചെടികൾ വാങ്ങിയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ വിത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചില ചെടികളിലൊക്കെ. ഗ്രാഫ്റ്റ് ചെടികളും ഉണ്ടാകും, നാടൻ ചെടികളും ഉണ്ടാകും. അപ്പം നമ്മളതൊക്കെ വിത്തൊക്കെ കൃത്യമായിട്ട് പാകി മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരുന്നതാണ്.